ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ റെസിപ്പി വഴുതനങ്ങ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. വഴുതനങ്ങ മെഴുക്ക് വരട്ടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലേ. എന്നാലും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഞാൻ 4 വഴുതനങ്ങയും ഒരു ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വഴുതനങ്ങയുടെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യമായത് 3 പച്ചമുളക്, ഒരു വലിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുകിടാം. കടുകൊന്ന് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾക്ക് വാട്ടിക്കൊടുക്കണം. അതിനുവേണ്ടി ആവശ്യത്തിന് ഉപ്പും ഇട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആയ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഴുത്ത മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം, ഓപ്ഷണലാണ്. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് വാടിയ ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഇളക്കണം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറിയാൽ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വഴുതിനങ്ങയും ഉരുളക്കിഴങ്ങും കൂടിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വഴുതിനങ്ങയും ഉരുളക്കിഴങ്ങും വേഗം വേവുന്നതിനാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾക്ക് അടച്ചു വെക്കാം. കുറച്ചു നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ലോ ഫ്ലെയിമിലാക്കി ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ അധികം എളുപ്പമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്